ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി നമുക്ക് എപ്പോഴും സ്വിച്ച് ചെയ്ത് കളിക്കാം. പക്ഷെ ഒരിക്കലും പെട്ടെന്ന് മാറ്റാൻ പറ്റാത്ത സാധനം എന്നാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർസ് ആണ്. ഓർഗാനിക് ഓഡിയൻസിലേക്ക് നമുക്ക് ഏതൊക്കെ രീതിയിൽ എത്തിച്ചെല്ലാൻ പറ്റും? മാർക്കറ്റിംഗ് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്. ഒന്ന് ഓർഗാനിക് ഉണ്ട്, ഒന്ന് പെയ്ഡ് മാർക്കറ്റിംഗ്. 99.9% ഇത് വരില്ല. നമ്മളിത് ഒരു ഷട്ടർ ഇട്ട റോ പോലെ കിടക്കുന്നുള്ളൂ. പെയ്ഡ് ആയിട്ട് എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം, ഏതൊക്കെ മെട്രിക്സ് നമുക്ക് യൂസ് ചെയ്യാം? ജിയോ പോലെ തന്നെ ASO ഉണ്ട്, തീർച്ചയായിട്ടും. ആപ്പ് സ്റ്റോർ ഒപ്റ്റിമൈസേഷൻ. മൈസെൽഫ് അലീം, വിത്ത് മീ അൻഷിത്. നമ്മൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ, ഒരു ഇ-കൊമേഴ്സ് മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അത് ലൈവ് ആക്കിക്കൊണ്ട് മാത്രം കാര്യമില്ല. അത് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തിക്കണം, റീച്ച് എത്തിക്കണം. എന്നാലേ നമുക്ക് യൂസർ ബേസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, നമ്മൾ വിചാരിച്ചൊരു ബിസിനസ് മോഡലിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുണ്ട്? മാർക്കറ്റിംഗ് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്. ഒന്ന് ഓർഗാനിക് ഉണ്ട്, ഒന്ന് പെയ്ഡ് മാർക്കറ്റിംഗ്. ഇതാണ് പ്രധാനപ്പെട്ടതായിട്ട് ആൾക്കാർ നോക്കുന്നത്. ഇപ്പോൾ നമുക്ക് പെയ്ഡ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി പെയ്ഡ് മാർക്കറ്റിംഗ് മോഡൽ നമ്മൾ പേയ്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അതേ രീതിയിൽ എല്ലാവർക്കും ഇത് ഓർഗാനിക്കിന് പേയ്മെൻറ്റ് ഇല്ല എന്നുള്ളത്. ഓർഗാനിക്കിനും അതിനായിട്ടുള്ള പേയ്മെൻറ്റ് ഉണ്ട്, സ്പെൻഡ് വരും. അത് കാരണം നമ്മൾ എടുക്കുന്ന എല്ലാത്തിനും ഒരു മാൻ പവറും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ രണ്ടിനും പെയ്ഡ് തന്നെയാണ് സത്യത്തിൽ ആക്ച്വലി പറയുന്നത്. ഓർഗാനിക്കലി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിന് പേയ്മെൻറ്റ് കൊടുത്തിട്ട് അത് ബൂസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ആക്ടിവിറ്റിക്കാണ് നമ്മൾ പെയ്ഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് മാർക്കറ്റിങ്ങും പെയ്ഡിൽ പറയാം, അല്ലെങ്കിൽ ഓർഗാനിക്കിലും പറയാം. രണ്ട് കൈൻഡ് ഓഫ് മോഡലും അത് പോകുന്നതാണ്. അപ്പോൾ അത് ഈ ഒരു വെർട്ടിക്കലിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും പെർഫോമൻസ് ചെയ്യേണ്ടതും. ഇപ്പോൾ പല മോഡലുണ്ട്, ഇപ്പോൾ SEO കാര്യങ്ങളെല്ലാം ആ ഒരു വിങ് ഉണ്ട്, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം. അപ്പോൾ പ്രധാനപ്പെട്ടത് നമുക്കൊരു പെയ്ഡും അതുപോലെ തന്നെ ഓർഗാനിക് മാർക്കറ്റിങ്ങും ആണ് ഇതിൽ പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിലേക്ക് മാക്സിമം ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് ആൾക്കാർ പൊതുവേ ചെയ്യുന്നൊരു പ്രവണത എന്ന് പറയുന്നത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അതല്ലെങ്കിൽ വെബിലൊക്കെ പുഷ് ചെയ്തതിന് ശേഷം, വെബ് സ്റ്റോറിലൊക്കെ പുഷ് ചെയ്തതിന് ശേഷം ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുക, ആൾക്കാർ വാങ്ങിക്കും എന്നുള്ളത് അത് ഡെഫിനറ്റ്ലി റോങ് ആയിട്ടുള്ള. ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിലേക്ക് യൂസേഴ്സ് കയറി വരും. അത് ഒരു 99.9%ഉം ഇത് വരില്ല. 100% നമ്മളിത് ഒരു ഷട്ടർ ഇട്ട റോ പോലെ കിടക്കുന്നുള്ളൂ. അത് നല്ല റെലവൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഷോക്കേസ് ചെയ്യാം, പിന്നെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാം. ഇന്ന് നമ്മളെക്കുറിച്ച് ആൾക്കാർ അറിയുമ്പോഴാണ് ഇതിലേക്ക് വരുള്ളൂ. ലക്ഷക്കണക്കിന് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസുകളുണ്ട്, ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരിൽ പലതും എന്താണ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നുണ്ട്, ബട്ട് എന്താണ് ഓർഡർ പ്ലേസ് ആവുന്നില്ല. അത് ലാക്ക് ഓഫ് നോളജിൻ്റെ മിസ്സിങ് ആണ് ആക്ച്വലി. ഇതിൻ്റെ ഒരു മെട്രിക്സ് ഒക്കെ ഉണ്ട്. ഒരു ആവറേജ് ഓർഡറിന് എത്രയൊക്കെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊക്കെ മെട്രിക്സ് ബേസ് ചെയ്തിട്ട് ഒരു കൈൻഡ് ഓഫ് ബിസിനസ് മോഡലിനനുസരിച്ചായിരിക്കും ഈ കാര്യങ്ങളൊക്കെ വരിക. അപ്പം നമ്മൾ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള രീതിയിലേക്കൊന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യണം. അഥവാ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു പേയ്മെൻറ്റ് ഉണ്ടായി എഴുതിയിട്ട് ഇതൊന്നും തുടങ്ങരുത്. ആക്ച്വലി നമ്മളൊരു ഡെവലപ്മെൻറ്റ് കമ്പനിയാണ്, നമ്മളൊരിക്കലും ഇത് തുടങ്ങരുത് എന്ന് പറയാൻ കാരണം എന്താണ്? നിങ്ങൾക്കിത് മാർക്കറ്റ് ചെയ്യാനുള്ള ഫണ്ടില്ല, അതല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാനുള്ള ഫണ്ട്, അതല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആവണം. അങ്ങനെയാണെങ്കിൽ അത് ഓക്കെയാണ്. ആക്ച്വലി ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു പരിധി വരെ അവരുടെ ഓഡിയൻസ് നമ്മൾ ഇതിലേക്ക് റീച്ച് ചെയ്യാൻ, അഥവാ അവരെ ഈ പ്ലാറ്റ്ഫോം ഓൾറെഡി എക്സിസ്റ്റിംഗ് യൂസർ ബേസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് അവരിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ, അതെ, അതിനുള്ള ആക്ടിവിറ്റീസുകൾ, വീഡിയോസ്, കാര്യങ്ങൾ വാട്ടവർ ഏത് നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പം മാക്സിമം ഒന്ന് എനർജറ്റിക് ആവണം. ആ ഒരു ബേണിങ് വരുന്നത് നമുക്ക് ഹെൽപ്ഫുൾ ആവണം എന്നുള്ള രീതിയിലേക്ക് മെൻറ്റാലിറ്റി കൊണ്ടുവരിക. പിന്നെ നല്ല രീതിയിലേക്ക് ചില ആൾക്കാർ ഒരു 1000 പ്രൊഡക്ട്സ് ഒന്ന് സെല് ചെയ്യണം, 200 രൂപ ഇടുന്നു, 1000 രൂപ നെവർ സെല്ലാവില്ല. അതിനൊരു മെട്രിക്സ് ഉണ്ട്, അതൊക്കെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇത്രയാണ്, നമുക്ക് രണ്ട് മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആ രണ്ടിനും നല്ല റെലവൻ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് ഇപ്പോൾ നീ സംസാരിച്ച പോലെ തന്നെ എന്താണ് ഇതിലേക്ക് ഇറക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ, അഥവാ ആപ്പും അല്ലെങ്കിൽ വെബ്സൈറ്റ് ഇറക്കിക്കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ നമുക്കിനി അടുത്ത ഇത് പെയ്ഡ് മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഓർഗാനിക് മാർക്കറ്റിംഗ്. ഈ ഓർഗാനിക്കിൽ തന്നെ പല പേയ്മെൻറ്റ്സ് മെത്തേഡ്സ് തന്നെയാണ് അതിലും കൂടുതൽ വരുന്നത്. ഇതാണ് അതിൽ പ്രധാനപ്പെട്ടതല്ല. നമ്മൾ മാക്സിമം ഫോക്കസ്ഡ് ആയിട്ട് ആപ്പും വെബ്സൈറ്റും മാത്രം ഇറക്കിക്കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് അതിലുള്ള സത്യം. അത് പ്രൊമോട്ട് ചെയ്യണം, അത് മാർക്കറ്റ് ചെയ്യണം. അതായത് ഡെവലപ്മെന്റിന് മാത്രമല്ല, നമ്മൾ മാർക്കറ്റിനും കൂടെ ഫണ്ടിങ് നല്ല അലോക്കേറ്റ് ചെയ്ത് വെക്കണം. തീർച്ചയായും നമ്മൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മാർക്കറ്റിങ്ങിനും കൂടെയുള്ള ഫണ്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്ത്. അതെ, അതല്ലെങ്കിൽ പിന്നെ നല്ലൊരു വെറൈറ്റി സ്ട്രാറ്റജി ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോസിബിൾ ആവും. എനിക്ക് തോന്നുന്നു ഡെവലപ്മെന്റിലേറെ നമ്മൾ ഫണ്ട് അലോക്കേറ്റ് ചെയ്യേണ്ടത് മാർക്കറ്റിങ്ങിനാണ്. തീർച്ചയായിട്ടും അല്ലേ, അതുണ്ട്, അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. പിന്നെ നമ്മളുടെ എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു 50-50 ചാൻസ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഓർഗാനിക് അല്ലെങ്കിൽ ഇൻഓർഗാനിക് ഓഡിയൻസ്. അപ്പോൾ നമുക്ക് ഓർഗാനിക് ഓഡിയൻസിലേക്ക് നമുക്ക് ഏതൊക്കെ രീതിയിൽ എത്തിച്ചെല്ലാൻ പറ്റും?
ഓർഗാനിക് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഓർഗാനിക് എന്ന് പറയുമ്പോൾ എല്ലാവരും കരുതുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിന് പേയ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിനൊരു പേയ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ പോലും അതിന് ഗൈഡ് ചെയ്യാനും ഇതിന്റെ എഡിറ്റിങ് ഇതൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഫോർമാറ്റിൽ ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് വരും. പിന്നെ അതുപോലെ തന്നെ SEO കാര്യങ്ങൾ അങ്ങനത്തെ ഒരു സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓർഗാനിക്കിനൊരു പേയ്മെന്റ് ഉണ്ട്, പക്ഷേ അതിന് ഒരു വേറെ പ്ലസ് പോയിന്റ്സ് ഉണ്ട്. ഓർഗാനിക്കിൽ വരുന്ന സംഭവത്തിന് അല്ലെങ്കിൽ പെയ്ഡ് അല്ലാത്ത രീതിയിൽ വരുന്നതിനൊക്കെ എന്താണ് ഒരു ട്രസ്റ്റ് ഉണ്ടാവും ആൾക്കാർക്ക് ഉള്ളിൽ. നമ്മളെ അവർക്കൊരു ജെന്യൂനിറ്റി ആയിട്ടും ഫീൽ ചെയ്യാൻ ഒന്നുകൂടി കൺവിൻസ് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും ഓർഗാനിക് വരുന്ന. അതെ. പിന്നെ അതിൽ വേറൊന്ന് വരുന്നതെന്ന് വെച്ചാൽ റഫറൽ. അതൊരു ഓർഗാനിക് മോഡാണ്. നമ്മൾ അത് ഒരു സെക്കൻഡ് ഫേസിലൊക്കെയാണ് അത് വരിക. കാരണം ഒരു ക്ലയൻസ് വന്നതിന് ശേഷം യൂസർ ബേസിൽ നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരാണ് നമ്മളെ ഇതിലേക്ക് റെഫർ ചെയ്തിട്ട് വരിക. അപ്പോൾ ഓർഗാനിക്കിന് ഒരു പേയ്മെന്റ് ഉണ്ടെങ്കിൽ പോലും ഓർഗാനിക്കിൽ നമുക്ക് പ്രധാനപ്പെട്ട വീഡിയോ മാർക്കറ്റിംഗ്, നമുക്ക് വീഡിയോയിൽ ഇപ്പോൾ തന്നെ റീൽസ്, ഷോർട്സ് വീഡിയോസുകളിലൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഇതുപോലെ തന്നെ പോഡ്കാസ്റ്റിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡിപ്പെൻസ് ഓഫ് ബിസിനസിന് മാനേജ് ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് കൊമേഴ്സിനൊന്നും പോഡ്കാസ്റ്റ് അത്രത്തോളം വയബിൾ അല്ല. ഇപ്പോൾ ഏറ്റവും നല്ല റീൽസ് ആയിട്ട് ചെയ്യുന്നതും ആ പ്രോഡക്റ്റിനെ കുറിച്ച് പ്രസന്റ് ചെയ്യുന്ന ഒരു മോഡലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കുക്കിംഗ് ആയിട്ടുള്ള കണ്ടന്റ്സ് മോഡൽ ചെയ്യണം. പിന്നെ ഇപ്പോൾ ഡ്രസ്സ് ഇങ്ങനത്തെ ഐറ്റംസ്, അതും ലേഡീസിൻ്റെ ഒക്കെ ആണെങ്കിൽ റീൽസിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല റീച്ച് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ ബിസിനസിൻ്റെ ഒക്കെ ആണെങ്കിൽ അത് ഓഡിയൻസ് മാത്രമേ കാണിക്കുള്ളൂ. ഒരുപാട് റീച്ചോ കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. നമ്മുടെ B2B ആണ്. പിന്നെ ഓഡിയൻസിൻ്റെ അനുസരിച്ചാണ്. കാരണം ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സുകളാണ്. അപ്പോൾ ജെൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ലേഡീസ് ആൻഡ് ഡ്രസ്സസ് അങ്ങനത്തെ ഫാഷൻ ഐറ്റംസിനൊക്കെ നല്ല ബൂമിങ് അത് ത്രൂ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതല്ലാതെ സർവീസ് ബേസ്ഡ് മോഡലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കുറവുകൾ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫർണിച്ചേഴ്സ്, ഇങ്ങനത്തെ ഇലക്ട്രോണിക്, ഇങ്ങനത്തെ മാർക്കറ്റിങ്ങിന് ഓർഗാനിക്കലി കയറുമെങ്കിൽ പോലും അതൊരു സ്പെസിഫിക്കേഷൻ ഓഡിയൻസ് മാത്രമാണ് കൂടുതൽ നോക്കുക. പക്ഷേ നമുക്ക് ഡ്രസ്സസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ആ ഓഡിയൻസ് ഒരു വൈഡൻ ഓഡിയൻസ് ആണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് നമുക്ക് എന്താണ്, ഷോർട്ട് വീഡിയോസുകൾക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ലതാണ്. പിന്നെ നമുക്ക് പറഞ്ഞ പോലെ തന്നെ SEOന്റെ കേസ് നമുക്ക് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യാം. പക്ഷേ SEO ഡിപ്പെൻസ് ഓഫ് ബിസിനസ് മോഡൽ. ഇപ്പോൾ SEOയിലൊക്കെ കൂടുതലും നമുക്ക് കിട്ടുന്നത് ഈ ക്ലോത്തിങ് ബിസിനസ്സിനേക്കാൾ കൂടുതൽ ഈ സർവീസ് ബിസിനസ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഗൂഗിൾ സെർച്ചിലൊക്കെ ഇപ്പോൾ അവർക്ക് സെർച്ചിലായിരിക്കും കൂടുതലായിട്ട് ആൾക്കാർ ബെസ്റ്റ് ഇന്ന കമ്പനി അല്ലെങ്കിൽ ബെസ്റ്റ് മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് കമ്പനി, ഇതൊക്കെയുള്ള രീതിയിലായിരിക്കും സെർച്ച് ചെയ്യുക. അതിൽ നമ്മളെപ്പോലത്തെ സോഫ്റ്റ്വെയർ കമ്പനീസിനാണ് ഒന്നുകൂടി റെലവൻ്റ് ആയിട്ട് കിട്ടുക. അത് ആ ഓഡിയൻസ് ഭയങ്കര പ്യൂരിറ്റി ഉണ്ടാവും, നല്ല കൺവേർഷൻ. നമ്മളെ സെർച്ച് ചെയ്തിട്ട് വരുന്ന ആളുകളാണ്, നല്ല അവരുടെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഡ്രസ്സിന്റെ കേസിൽ അതുണ്ട്. ബട്ട് അതിൽ നമുക്ക് ഒന്നുകൂടി കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് നല്ല റെലവൻ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് കൊടുക്കാം. ആഡ് ത്രൂ ഒക്കെയാണ് അതിലേക്ക് ഒന്നുകൂടി ഫോക്കസിങ് വരിക. ഈ സെർച്ചിങ്ങിൽ ഈ വരുന്നുണ്ട് ഇന്ന ടൈപ്പ് ഓഫ് സെർച്ച് ഏതാണെന്ന് നോക്കുമ്പോൾ വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കീവേഡ് കാര്യങ്ങൾ നമുക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് വെക്കാമെന്നല്ല. പിന്നെ ബ്ലോഗ്സ് കാര്യങ്ങൾ കൊടുക്കാം. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത് ഓർഗാനിക്കലി എന്ന് പറയുമ്പോൾ ഇതാണ് പ്രധാനപ്പെട്ടത് കൊമേഴ്സിലൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മളെപ്പോലത്തെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മോഡൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരാൾ ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇതിൽ നിന്ന് ബൈ ചെയ്യുമ്പോൾ ഇവർക്ക് ഇത്ര റിവാർഡ്സ് കൊടുക്കുക, അല്ലെങ്കിൽ പേയ്മെന്റ്സ് കൊടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും. അതെ. പിന്നെ എന്തെങ്കിലും ഇവന്റ്സുകളൊക്കെ നല്ല പ്രോപ്പറായിട്ട് ഓരോരോ ക്യാമ്പയിൻസുകളൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ എന്താണ് വീഡിയോയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കുക്കിംഗ് ആയിട്ടുള്ള കണ്ടന്റിൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ 100% നമുക്ക് അതിലൊരു സക്സസ് റേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓർഗാനിക് മെത്തേഡിൽ. അതിൽ വീഡിയോയിലേക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക, അത് നല്ല ബെസ്റ്റ് ഓപ്ഷൻസ് ഓഫേഴ്സ് കൊടുക്കുക, ഇങ്ങനത്തെ ഒക്കെ ആയി കഴിഞ്ഞാൽ നല്ലൊരു ആപ്പ് ത്രൂ അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ട് എന്തെങ്കിലും കിട്ടണം, അതായത് ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അഫിലിയേറ്റിലൊക്കെ അത് യൂസ് ചെയ്യാൻ കൊടുക്കാൻ പറ്റണം. തീർച്ചയായും. അപ്പോൾ ഇത്രയാണ് ഓർഗാനിക് മാർക്കറ്റിംഗിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ ഫസ്റ്റ് ഫേസിലൊക്കെ നിൽക്കുന്നവർക്ക് വീഡിയോയിൽ മാക്സിമം ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ സജഷൻ ആയിട്ട് പറയാം. കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു കാര്യത്തിൽ. പെയ്ഡ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റൻസ് ട്രാഫിക് ഉണ്ടാവും, മറ്റത് സ്ലോലി ആണ് ഓർഗാനിക് വരും. ഇപ്പോൾ SEOയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു
ഒരു ഏകദേശം പറയുകയാണെങ്കിൽ 6 മന്തെങ്കിലും മിനിമം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് ഇതിൽ നിന്നൊക്കെ റിട്ടേൺ വന്ന് തുടങ്ങുന്നത്. ചിലപ്പോൾ മന്ത്സോ ചിലപ്പോൾ മേ ബി ഇയേഴ്സോ കടന്നു പോവാം. വിചാരിച്ചൊരു ട്രാഫിക് നമുക്ക് എത്തിക്കണം. പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഹൈലി ട്രാഫിക് പെട്ടെന്ന് വരും. അത് കാരണം ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒരു ഇന്റൻസ് എന്ന് പറയുന്നത് മാക്സിമം ട്രാഫിക് കൊടുത്തിട്ട് എക്സ്പെൻസ് വരുന്നുണ്ട് അവിടെ. അതെ, എക്സ്പെൻസ് വരുന്നുണ്ട്. ഇതിൽ എക്സ്പെൻസ് ഇല്ല എന്ന് പറയുന്നില്ല, നല്ലൊരു എക്സ്പെൻസ് ഉണ്ട്. ബട്ട് ട്രസ്റ്റ് ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഈ ഓർഗാനിക് ത്രൂ ആണെങ്കിൽ. പെട്ടെന്ന് ഈസി ക്ലോസിങ് ആയിരിക്കും, ഈസി രീതിയിലായിരിക്കും. മറ്റേതാകുമ്പോൾ ഒന്നുകൂടി ലാർജ് സ്കെയിലിലേക്ക് പേയ്മെൻറ്റ് പോകാനും പിന്നെ കൺസിസ്റ്റൻസി വരാനുള്ള ഒരു ഇഷ്യൂ ഉണ്ട്, ട്രസ്റ്റ് വരാനുള്ള ഒരു ഇഷ്യൂ നമ്മളതിൽ ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ്. അത്രയാണ് അതിൽ വേദനയായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഓർഗാനിക്കിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ നമുക്ക് പെയ്ഡ് ആയിട്ട് എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം, ഏതൊക്കെ മെട്രിക്സ് നമുക്ക് യൂസ് ചെയ്യാം? പെയ്ഡ് ആഡ്സിന് പല ഓപ്ഷൻസ് ഉണ്ട്. പെയ്ഡ് ആഡ്സിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഈ ആൾക്കാരെ റീച്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് ഇതാക്കിയിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്കോ ആപ്പിലേക്കോ ഡയറക്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ബൈ ചെയ്യിപ്പിക്കാൻ പറ്റും. അതിൻ്റെ ഓർഗാനിക്കലി മെല്ലെ മെല്ലെ ഉള്ള ഗ്രോത്ത് ഉണ്ടാവും. അത് ഫാസ്റ്റ് ഗ്രോത്തിങ് വരും. പക്ഷേ ഓർഗാനിക് നല്ല രീതിയിൽ ഒന്ന് ഫോക്കസ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ പെയ്ഡ് കൂടി. അത് രണ്ടും ഒരു കമ്പൈൻ ചെയ്തിട്ട് പോകുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ ഒന്ന് എന്നുള്ളത്, ഇപ്പോൾ നമുക്ക് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ആണ് വീഡിയോ മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് യൂസ് ചെയ്യാം, ഫേസ്ബുക്ക് യൂസ് ചെയ്യാം, പിന്നെ സെർച്ചിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സെർച്ചിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ SEO കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ SEOയിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട് അതും സെർച്ച് ആഡ്സുകൾ വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സിനെ മേലായിട്ട് കാണിക്കാം. കാരണം SEO ഒന്നുകൂടെ പെർഫോമൻസ് ചെയ്ത് വരണമെങ്കിൽ നല്ല ടൈമും കോമ്പറ്റീഷനും വരും. അപ്പോൾ അതിനെയും പ്രിവെൻറ്റ് ചെയ്തിട്ട് മേലേക്ക് എത്താൻ പറ്റും പെയ്ഡ് ആഡ്സിന് സ്പോൺസേഴ്ഡ് ആയിട്ട് കൊടുക്കുമ്പോൾ. അത് ക്ലിക്ക് ബറിനൊക്കെ നമുക്ക് എന്താണ് കോസ്റ്റ് കൊടുക്കുന്ന രീതിയിലേക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഗൂഗിളും കൂടുതലും ക്ലിക്ക് ബറിനൊക്കെ നമുക്ക് നല്ല രീതിയിലേക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അത് ഫേസ്ബുക്കിൽ അത്ര ഇതല്ല. പക്ഷേ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും ഒരു ഇ-കൊമേഴ്സ് നല്ല സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിക്സൽ ഇൻ്റഗ്രേഷനൊക്കെ നല്ല പെർഫോമൻസാണ്. കാരണം സെയിൽസ് കൺവേർഷൻ അഡ്വർടൈസ്മെൻറ്റ്സുകൾ ചെയ്യാം. അത് എല്ലാത്തിലും ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്താണ് ഇന്ത്യൻ യൂസേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ നല്ല കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടിക്ടോക്കും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഇത് പിക്സൽ ത്രൂ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, പിക്സൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കാർട്ടിലേക്ക് ആഡ് ചെയ്തു, അല്ലെങ്കിൽ അവർ ഈ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്തു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി, പിന്നെ ഇവരെ റീടാർഗറ്റിങ് ചെയ്യാൻ പറ്റും. അഡ്വർടൈസ്മെന്റ് റീമാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബൈ ചെയ്ത ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ സിമിലർ കസ്റ്റമേഴ്സിലേക്ക് ഈ ഇതിന് പറയുമ്പോൾ, ഞാനൊരു ഇൻസ്റ്റയിൽ ഞാനൊരു ആമസോണിൽ പ്രൊഡക്റ്റ് ബൈ ചെയ്തു. അപ്പോൾ എനിക്ക് ഇന്ന പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇൻ്റെ ബിഹേവിയറുള്ള ഡാറ്റാസും അവരടുത്തുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് ഈ മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യും. അഡ്വർടൈസ്മെൻറ്റ്സ് ടാർഗറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു രീതിയിലുള്ള കൺസെപ്റ്റുകളും അതിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു മെട്രിക്സ് അത് ഒന്ന് സീരിയസ് ആയിട്ട് ഇത് ഫസ്റ്റ് സെക്കൻഡ് ഫേസിലൊക്കെ പിക്സലൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റാണ്. പക്ഷെ അതിനെന്താ വെച്ചാൽ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റിൽ കുറച്ചുകൂടി കോസ്റ്റ് കൂടുതലാണ് പിക്സൽ ഇൻ്റഗ്രേഷൻ. പക്ഷേ ഫേസ്ബുക്ക് എപ്പോഴും സെയിൽസ് ഡ്രിവൺ ആണെങ്കിൽ എപ്പോഴും പറയുന്നത് പിക്സൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ്. അത് ഇപ്പം നിർബന്ധമായിട്ടുണ്ട് തോന്നുന്നുണ്ട് ആ ഒരു സെക്ഷൻസ്. അല്ലെങ്കിൽ ട്രാഫിക് മാത്രമേ ഇപ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡിപ്പെൻസ് ഓഫ് ബിസിനസ് ഉണ്ട്. കാരണം ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിനിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. നമ്മുടെ ഓഡിയൻസ് എവിടെയാണ്? കാരണം ലിങ്ക്ഡിനിലൊന്നും ചിലപ്പോൾ മാർക്കറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. പക്ഷെ നമ്മളെ പ്രൊഡക്ട്സിലൊക്കെ ലിങ്ക്ഡിനിൽ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് ഓഡിയൻസ് ആണ് അതിലുണ്ടാവുക. അപ്പോൾ ഒരു ഫാഷൻ പ്രൊഡക്ട്സിലൊന്നും ഒരിക്കലും ലിങ്ക്ഡിനിലൊന്നും ഇപ്പോൾ റെലവൻ്റ് അല്ല ഈ ഒരു ഏരിയയിൽ. നമുക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റൊക്കെയാണ് യങ്സ്റ്റേഴ്സിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെ യൂട്യൂബ് നല്ലൊരു സോഴ്സാണ്. യൂട്യൂബിലൊക്കെ നമുക്ക് നല്ല രീതിയിലേക്ക് ആഡ്സുകൾ സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടത് സർവീസ് മോഡൽ പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്കാർ വേണം ഈ ഒരു ഇ-കൊമേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ബിസിനസ് എടുക്കണം, അപ്പോൾ അതിന് ഞങ്ങൾ എത്രത്തോളം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അതിനെന്തൊക്കെയാണ് ചോദിക്കുമ്പോൾ ഓൾക്ക് ഏതൊക്കെ മെട്രിക്സ് ഉണ്ട്, അപ്പോൾ ഇന്ന രീതിയിലൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓലൊരു റിപ്പോർട്ട് തരും. അതിന് ഇത്ര കോസ്റ്റ് വരും ഓൾക്ക്. അപ്പോൾ നമുക്ക് എന്താണോ ആവശ്യം, നമുക്ക് ഒരു 1000 പ്രോഡക്ട്സ് മാസത്തിൽ വിൽക്കണം എന്നുണ്ട്, അല്ലെങ്കിൽ ഡെയിലി ഒരു 1000 പീസ് വിൽക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം നമ്മൾ, ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഓരോ റിപ്പോർട്ട് തരും. ഓക്കെ, ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഒരു പരിധി വരെ 90% എന്താണ് സക്സസ് റേറ്റ് ഉണ്ടാവും. ഇതല്ലാതെ 4 പോസ്റ്റർ ഇട്ടിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വരുന്നില്ല എന്ന് നമ്മൾ സങ്കടപ്പെട്ടിരുന്നൊരു കാര്യം വരില്ല. 100% വരാൻ ചാൻസ് ഇല്ല. കാരണം ഫസ്റ്റ് ബ്രാൻഡുകളാണ് നമ്മളത്. പിന്നെ ഒരു പൊസിഷനൊക്കെ എത്തുമ്പോൾ നമ്മൾ നല്ല ടീമും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാക്കി കൊണ്ടുപോകണം. അപ്പോൾ പാക്കേജ് ബേസിലൊക്കെ ഒന്നും അങ്ങനെ ഫോക്കസ് ചെയ്യരുതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ. നമ്മൾ ഏറ്റവും നല്ലത് നമുക്കായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാക്കാൻ നോക്കുക. ഇപ്പോൾ നമ്മൾക്കായിട്ട് ചെയ്യുമ്പോൾ അത് നമ്മളതായിട്ടുള്ള ഒരു ഔട്ട്കം കിട്ടും.
അപ്പോൾ അതിന് പ്രൈസ് കൂടുതലായിരിക്കും ഒബിയസ്ലി. മറ്റുള്ള അപ്പോൾ നമ്മളെ ഹാൻഡിൽ ചെയ്യുന്ന രീതി നല്ല രീതിയിൽ സർവീസ് ചെയ്യും. അപ്പോൾ ചെറിയ പ്രോഫിറ്റിൽ നിൽക്കുന്ന ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിൽ ഒരു സർവീസിന് ചെറിയ എമൗണ്ട് കിട്ടുകയാണെങ്കിൽ സർവീസ് അതുപോലെ തന്നെ കിട്ടുള്ളൂ. അവർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ സത്യം. ചില ബിസിനസ്സുകാരുണ്ട്, നിങ്ങൾ ഇത്രയ്ക്ക് വെബ്സൈറ്റ് ചെയ്യാൻ ചെറിയ പ്രൈസിന് വെബ്സൈറ്റ് അങ്ങനത്തെ ഒരു ചെയ്യുക. സത്യം പറഞ്ഞൂടെ, നമ്മൾ ചെറിയ പ്രൈസിന് വെബ്സൈറ്റ് പേരിന് ഇത് ഉണ്ടാക്കുന്ന ടൈപ്പ് അതൊക്കെ വെറുതെയാണ്. നിങ്ങൾ ആ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഇതിനൊരു നിശ്ചിത എമൗണ്ട് ഉണ്ട്. ഒരു വെബ്സൈറ്റ് ആണെങ്കിലും ഒരു ആപ്പ് ആണെങ്കിലും വേറെ എന്തും ഒരു മാർക്കറ്റിങ്ങിനാണെങ്കിലും ഇതിനൊരു എമൗണ്ട് ഉണ്ട്. അല്ലാതെ നമുക്ക് തോന്നിയ പോലെ ഓക്കെ 20,000 കിട്ടുന്നുണ്ട്, അത് ആ 20,000 ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഒബ്വിയസ്ലി ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി നമുക്ക് എപ്പോഴും സ്വിച്ച് ചെയ്ത് കളിക്കാം. നമുക്ക് നല്ലതല്ലെങ്കിൽ പെട്ടെന്ന് മാറ്റാൻ പറ്റും. പക്ഷെ ഒരിക്കലും പെട്ടെന്ന് മാറ്റാൻ പറ്റാത്ത സാധനം എന്നാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർസ് ആണ്. ഈസി ആയിട്ട് നമുക്ക് അത് മാറ്റാൻ വരാക്കാന്ന് പറ്റില്ല. കാരണം ആ ചെയ്ത അന്ന ആൾക്കാർ തന്നെ ഇതിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ നോക്കണം. ഇതിനൊക്കെ കണക്റ്റഡ് ആണ് കേട്ടോ പെയ്ഡ് മാർക്കറ്റിങ്ങിൽ. ഇവരെ നല്ല സപ്പോർട്ടിങ്ങും കാര്യങ്ങളും ഇതൊക്കെ വേണം. ഇപ്പോൾ 20,000 രൂപക്ക് എടുക്കുന്ന ആൾക്ക് അവിടെ ഒരു ഡെവലപ്പറെ കാര്യങ്ങളും ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതൊരു ഇതുണ്ടാവും. അപ്പോൾ അതിനെ സ്റ്റെപ്പ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് കിട്ടുന്ന ഒരു ആൻസേഴ്സ് കിട്ടണം ഒരു നിർബന്ധം ഇതിലില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ഫണ്ട് ഉണ്ടോ നോക്കണം. ഫണ്ട് ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ഫണ്ട് വെച്ചിട്ട് ഡെവലപ്മെൻറ്റിന് ഒരു ഫണ്ട് വെക്കണം, മാർക്കറ്റിങ്ങിന് ഒരു ഫണ്ട് വെക്കണം. ഇതൊക്കെ വെച്ചിട്ട് മാത്രമേ ഇതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അല്ലാതെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം എടുത്തിട്ട് ഇതിൽ മാർക്കറ്റിംഗ് ഇറങ്ങാൻ നിൽക്കുന്നത് ഇങ്ങനത്തെ പരിപാടിക്ക് മൊത്തം നിൽക്കുക നിങ്ങൾ ആയിട്ടില്ല എന്നുള്ളതാണ്. ഒരു സെക്കൻഡ് നിങ്ങൾ ഫണ്ടൊക്കെ ആയിട്ട് മാത്രമേ ഇതിനൊക്കെ നിൽക്കാൻ പാടുള്ളൂ. ഇപ്പം എന്നിട്ട് ആപ്പ് ഉണ്ടാക്കാൻ ഇത്ര എമൗണ്ട് ആയി എന്ന് പറഞ്ഞിട്ട് അത് ഇത് ആപ്പ് ഉണ്ടാക്കാൻ നിൽക്കരുത്. നിങ്ങൾ മാർക്കറ്റിങ്ങിനും കൂടി ഉള്ളൊരു ഐഡിയ കണ്ടിട്ട് മാത്രം ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ പെയ്ഡ് മാർക്കറ്റിങ്ങിൽ നമ്മൾ എന്താണ് കുറേ വെർട്ടിക്കൽസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്, ഒരു സാധാരണ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്ന ഇ-കൊമേഴ്സിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അല്ലാതെ ഇതിന് കുറേ ടെക്നിക്കൽ സൈഡൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം അത് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പോയി കാണുന്ന ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഏറ്റവും നല്ലത് കുറച്ച് ഇതിനെക്കുറിച്ചൊക്കെ ബേസിക് അറിയാം, അപ്പോൾ കുറച്ചൊക്കെ ഇൻ്റഗ്രേഷനെ കുറിച്ച് അറിയാം, പെയ്ഡിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് പിച്ച് ചെയ്യണം. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പെയ്ഡിൽ നമുക്ക് ഗൂഗിൾ മാർക്കറ്റിംഗ് ഉണ്ട്, സെർച്ചിൽ ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ മാർക്കറ്റിംഗ് ആയിട്ട് ചെയ്യാം. വീഡിയോയിലൊക്കെ നല്ല കൺവേർഷൻ റേറ്റ് ഉണ്ടാവും കേട്ടോ. വീഡിയോ എന്ന് പറയുമ്പോൾ ആങ്കറൊക്കെ വെച്ച് ചെയ്യുന്ന വീഡിയോസും നല്ല കൺവേർഷൻ ഉണ്ടാവും. അത് ഇപ്പോൾ ഫാഷനൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. എന്നാൽ അതല്ലെങ്കിൽ ഒരു ടെക്നോളജി ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സുകളൊക്കെ ആണെങ്കിൽ ഡിപ്പെൻസ് ഓഫ് ഓഡിയൻസ്. ഇപ്പോൾ ഈ കേരളത്തിൽ മാർക്കറ്റ് ചെയ്യുന്ന രീതി ആവില്ല തമിഴ്നാട്ടിൽ. ഇപ്പോൾ കേരളത്തിന് മലപ്പുറത്ത് അല്ലെങ്കിൽ കാലിക്കറ്റ്, കൊച്ചിയിൽ ഇതൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന രീതി ആവില്ല. ഓരോരോ സ്ഥലത്തിലും ഡിഫറൻസ് ഉണ്ട്. എന്നാൽ പോലും നമുക്കൊരു കേരളത്തിന് സ്പെസിഫിക്കേഷൻ ചെയ്തിട്ടൊക്കെ ഇടാം. അപ്പോൾ ഓരോ നാടിനനുസരിച്ചും നമ്മൾ മാറ്റി ചെയ്യണം. ഇപ്പോൾ സൗദിയിൽ വർക്ക് ചെയ്യുന്ന സാധനം ഇവിടെ കേരളത്തിൽ വർക്ക് ചെയ്യണമെന്നുണ്ടാവില്ല. ദുബായിൽ വർക്ക് ചെയ്യുന്ന സൗദിയിൽ വർക്ക് ചെയ്യും. ഏത് സിമിലർ ആണ്, എന്നാൽ പോലും ദുബായും സൗദിയൊക്കെ ഏകദേശം. അതുകൊണ്ട് അവിടെ ചിലതൊക്കെ വർക്ക് ചെയ്യും. നേരെ കുറച്ച് കേരളത്തിൽ അത് വർക്ക് ചെയ്യണം നിർബന്ധമല്ല. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ട് നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. ചെറിയ രീതിയിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും നല്ലതൊക്കെ തന്നെയാണ്. അതിനും മാർക്കറ്റിംഗ് സ്പെൻഡ്. ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ പോലത്തെ ഇതൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നല്ല പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലേക്ക് ചെയ്യാം. അതാണ് നമ്മൾ കൊടുക്കുന്ന സജഷൻ. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഇന്നാപ്പിലെ മാർക്കറ്റിംഗ് എലമെൻറ്റ്സ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും? ഇന്നാപ്പിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്ന പുഷ് നോട്ടിഫിക്കേഷൻസ്, നല്ല ക്രേസി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ ക്രേസി ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സുകളൊക്കെ കൊണ്ടുവരാം. അപ്പോൾ സൊമാറ്റോസൊക്കെ ചെയ്ത അങ്ങനത്തെ രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾ. അതിൽ വേറെ കാര്യമുണ്ട്. ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് യൂസേഴ്സിന് നമുക്ക് അതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കാര്യങ്ങൾ എക്സിസ്റ്റിംഗ് യൂസേഴ്സിനെ പിന്നെയും ബൈയിപ്പിക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. റിമൈൻഡ് ചെയ്യിപ്പിച്ച് പിന്നെയും റീടാർഗറ്റ് ചെയ്ത് ബൈയിപ്പിക്കാനാണ് ഈ ഒരു എലമെന്റ്സ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇത് ആപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് ആപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് പുഷ് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ കൊടുക്കേണ്ടത്. ആൾക്കാർ ക്രേസിങ് ആയിട്ടുള്ള നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ്സിനെ കുറിച്ച് നമ്മൾക്ക് എന്തെങ്കിലും ഇവന്റ്സോ അല്ലെങ്കിൽ പുതിയ ഡിസ്കൗണ്ടോ എന്തെങ്കിലും ഫീച്ചേഴ്സോ കാര്യങ്ങളോ പുതിയ ഓഫേഴ്സ് എന്തുണ്ടെങ്കിലും നമുക്ക് പുഷ് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റും എക്സിസ്റ്റിംഗ് യൂസേഴ്സ്. യെസ്. പിന്നെ സെക്കൻഡ്ലി പിന്നെ അവർക്ക് എത്തിയതിന് ശേഷം നമുക്ക് സ്പെഷ്യൽ ഓഫേഴ്സിനെ കുറിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവർക്ക് മാത്രമായിട്ട് കൊടുത്തൊരു ഓഫേഴ്സ് 50% ഇന്ന പ്രൊഡക്ട്സ് വാങ്ങുകയാണെങ്കിൽ കിട്ടും. അപ്പോൾ അവരെ കൊണ്ട് വീണ്ടും ബൈപ്പിക്കാനുള്ള ചാൻസ്, അല്ലെങ്കിൽ 10% ഇത്ര ടൈമിങ് കൊടുക്കുന്ന സംഭവം കണ്ടുണ്ടല്ലോ. ഇപ്പോൾ ഇന്ന പ്രൊഡക്ട്സിന് ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന പ്രൈസ്. ചിലപ്പോൾ അത് ഫേക്ക് ആയിട്ട് കൊടുക്കും ചില കമ്പനീസുകൾ.
അല്ലെങ്കിൽ നമ്മൾ റെലവൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. റെലവൻ്റ് ആയിട്ട് കൊടുക്കുമ്പോഴാണ് അതിനൊന്നും കൂടി ഒതൻറ്റിസിറ്റി നമുക്ക് കിട്ടുക. അതിന് നമ്മളെപ്പോഴും പറയാം ഫേക്കിനേക്കാൾ കൂടുതൽ റാൻഡമിലി കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാം. ഫേക്ക് അല്ലാതെ കറക്റ്റ് ആയിട്ട് തന്നെ റാൻഡമിൽ അതൊക്കെ ഒരു മൗത്ത് പബ്ലിസിറ്റിനെ കൂട്ടാനും പെട്ടെന്ന് ബൈപ്പിക്കാനുള്ള ചാൻസ് കൂടും. അതിൽ തന്നെ ബാനേഴ്സ് ആഡ്സുകൾ ഉണ്ടാവില്ലേ അഡ്വർടൈസ്മെന്റ് ലിസ്റ്റ് എടുത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ അയക്കാൻ പറ്റും. വിഷ് ലിസ്റ്റിലുള്ള അതെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് റീടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ റീടാർഗറ്റ് ചെയ്യാൻ പറ്റും. അവരെ കൊണ്ട് ബൈപ്പിക്കാനുള്ള സ്പെഷ്യൽ ന്യൂ അറൈവൽസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയ പ്രൊഡക്ട്സ് സ്റ്റോക്ക് വരുമ്പോഴൊക്കെ നമുക്ക് പുഷ് നോട്ടിഫിക്കേഷൻ ത്രൂ നമുക്ക് അവരിലേക്ക് എത്തിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. അതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ റീടാർഗറ്റിംഗ് മെത്തേഡിനെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം മനസ്സിലായി വീണ്ടും വീണ്ടും അവരെ കൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യിപ്പിക്കാൻ. ഇപ്പോൾ ബാനർ ആഡ്സുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണിക്കാം. ബാനർ അഡ്വർടൈസ്മെന്റ്സുകൾ, സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫേഴ്സുകൾ, അതിലേക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ന്യൂ അറൈവൽസ് കൊടുക്കാം. പുതിയതായിട്ട് വന്ന പ്രൊഡക്ട്സിന് നമുക്ക് നല്ല രീതിയിൽ ഷോക്കേസ് ചെയ്യാം. സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫേഴ്സുകൾ, ബൈ 1 get 1 എന്നൊക്കെ ഉള്ള നല്ല രീതിയിലേക്ക് ഷോക്കേസിങ് ആപ്പിൽ അതൊക്കെ ആപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഇതൊക്കെ വരിക. ഇതൊന്നും അഡീഷണൽ നമുക്ക് പേയ്മെൻ്റ് ഒന്നും വരുന്നില്ല കാര്യമായിട്ട്. പക്ഷേ ഇവരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം നമ്മൾ പല പ്രൊഡക്ട്സിലേക്ക് വാങ്ങിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. എക്സിസ്റ്റിംഗ് യൂസർ ബേസ് വേണമെന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. ഇതിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാർട്ടിലേക്കൊക്കെ ആഡ് ചെയ്ത പ്രൊഡക്ട്സിലേക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പിന്നെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ അതിലൂടെ കൂപ്പൺ കോഡ് അതുപോലെ വൗച്ചേഴ്സ് നമുക്ക് ഇംപ്ലിമെന്റ് കൊണ്ടുവരാം. അതെ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇത്ര പോയിന്റ് ബേസ്ഡൊക്കെ കൊടുക്കാൻ പറ്റും. കോയിൻസ് ഒക്കെ ആയിട്ട്. അപ്പോൾ അത് നമുക്ക് അതിനൊരു വാല്യൂ നിശ്ചയിച്ചിട്ട് അത് വെച്ച് വീണ്ടും ബൈപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വീണ്ടും റീടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ല റെലവൻ്റ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഫേസിലാണ്, സെക്കൻഡ് ഫേസിലൊക്കെയാണ് നല്ല യൂസേഴ്സ് വരുമ്പോഴാണ് ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് പല പല ഐഡിയകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ആപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ വേറൊരു മെത്തേഡ് അതിൻ്റെ കൂടെ എന്ന് പറയുന്നത് ആപ്പ് റെഫർ ചെയ്ത ഒരാൾ ത്രൂ ഷെയർ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത എന്തെങ്കിലും എമൗണ്ട് കൊടുക്കുന്നതാണ് റെഫറൽ സിസ്റ്റം. റെഫറൽ അത് നല്ലൊരു റീച്ച് വരുന്ന ഒരു കൺസെപ്റ്റാണ്. നമുക്ക് കുറച്ച് ബാക്കപ്പ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ആൾക്കാർക്ക് ഒരു അത്യാവശ്യം നല്ല ഡൗൺലോഡ്സുള്ള ആപ്പ് അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ട്രസ്റ്റ് ഉണ്ടാവും. അതൊക്കെ ഒരു ട്രസ്റ്റിൻ്റെ ഒരു കാര്യങ്ങളാണ്. പിന്നെ അതൊക്കെ ഒരു റെലവൻ്റ് ആണ്. പിന്നെ ഉള്ളത് പുറത്ത് വരുമ്പോൾ നമുക്ക് വേറൊരു മാർക്കറ്റിംഗ് ഉണ്ടല്ലോ. നമ്മൾ പ്ലേ സ്റ്റോറിനും ആപ്പ് സ്റ്റോറിലൊക്കെ ഒന്നുകൂടി SEO പോലെ വർക്ക് ചെയ്യുന്ന SEO പോലെ തന്നെ ASO ഉണ്ട്. തീർച്ചയായിട്ടും ആപ്പ് സ്റ്റോർ ഒപ്റ്റിമൈസേഷൻ. അതിനെ കുറിച്ചൊന്ന് ജസ്റ്റ് എനിക്ക് അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്താണല്ലോ. ASO എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോറിലൊക്കെ നമ്മുടെ ആപ്പ് ഒപ്റ്റിമൈസ് ചെയ്ത് ടോപ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലിപ്പോൾ മെയിൻലി നമ്മളിപ്പോൾ ഈ റിവ്യൂ ഫീഡ്ബാക്ക് നമുക്ക് യൂസേഴ്സിനെ കളക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നല്ല റിവ്യൂ കാര്യങ്ങൾ, ഇപ്പോൾ 5 സ്റ്റാർ റിവ്യൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒപ്റ്റിമൈസ് ചെയ്ത് വരും. അതുപോലെ തന്നെ നമ്മൾ ആപ്പിന് യൂസ് ചെയ്യുന്ന നെയിം, കീവേഡ്സ്, ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങളൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ നല്ല ആപ്റ്റായിട്ടുള്ള കീവേഡ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒപ്റ്റിമൈസ് ചെയ്ത് വരും. ജസ്റ്റ് ലൈക്ക് SEO പോലെ തന്നെ ASOയ്ക്കും അതായത് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. ASO വരുന്നത് മെയിനായിട്ട് ആപ്പിനാണ്. അതായത് ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഇത് നമ്മുടെ ആപ്പ് എത്രത്തോളം ഒപ്റ്റിമൈസ് ചെയ്ത് വരും എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് ആപ്പിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഇതിലേക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കാം. ഫീഡ്ബാക്ക് അല്ലെങ്കിൽ 5 സ്റ്റാർ കൊടുക്കാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ട് നമുക്ക് യൂസേഴ്സിനെ നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നല്ല റിവ്യൂ, നല്ല റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ആപ്പിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആപ്പ് ഫെച്ച് ചെയ്ത് ടോപ്പിൽ വരും. അതിൽ പിന്നെ എനിക്കൊരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ റിവ്യൂ ആൻഡ് റേറ്റിംഗ് കൊടുക്കുമ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള യൂസേഴ്സ് കമൻറ്റുകൾ ഇടുമല്ലോ ടൈപ്പ് ചെയ്ത്. തീർച്ചയായും അത് നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇപ്പം ജസ്റ്റ് ഗുഡ് അല്ലെ ബാഡ് എന്നൊക്കെ ഉണ്ടെന്നൊന്നും വലിയ വലിയ രീതിയിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കമന്റ്സ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എൻ്റർ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് അവർ പറയുന്ന പോയിന്റ്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് സംസാരിക്കാനുണ്ട്. അതിൽ ഇപ്പോൾ ഇവരിടുന്ന കമൻറ്റുകൾ, ഈ കമൻറ്റിലുള്ള റൈറ്റിംഗ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കീവേഡ്സ് നമ്മളെ ASOനെ ബാധിക്കും. കാരണം അത് ഒരു നല്ല റെലവൻ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് കണ്ടൻസ് നല്ല ഇതാണെന്നുള്ളതും നമ്മളതിനെ കുറിച്ച് നല്ല എൻഹാൻസ് ചെയ്ത് പറയുമ്പോൾ ഈ ഒരു കമൻറ്റിനെ ഹൈലൈറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഇതിനെ നമുക്ക് ASOയിൽ നല്ല രീതിയിൽ പുഷ് ചെയ്ത് കയറാനുള്ള ചാൻസും കൂടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മളൊക്കെ സംസാരിച്ചു എന്ന് തോന്നുന്നു അല്ലേ? ഓൾമോസ്റ്റ് എല്ലാവരും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഡീപ്പ് നോളജിലേക്കല്ല പോയിട്ടുള്ളത്. ഒരു ബേസിക് മാർക്കറ്റിംഗ് ഐഡിയാസ് നമുക്ക് അറിയുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ഓവറോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സംസാരിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ കൂടുതൽ ടെക്നിക്കൽ സൈഡിലല്ല, ഓവറോൾ മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനിയും മാർക്കറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് അല്ലേ?
അപ്പോൾ നമുക്ക് ഏകദേശം ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്തിനെ കുറിച്ചൊക്കെ സംസാരിക്കാമെന്നല്ലേ? അടുത്ത എപ്പിസോഡ് നമുക്ക് ഇ കൊമേഴ്സ് ആയിക്കോട്ടെ, ബട്ട് ഇ കൊമേഴ്സിന്റെ ഡിഫറെന്റ് വേർട്ടിക്കൽസ് ഉണ്ട്, ഡിഫറെന്റ് വേർഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ B2B അല്ലെങ്കിൽ B2C അല്ലെങ്കിൽ D2C തുടങ്ങിയ ഒരുപാട് വേർട്ടിക്കൽസ് ഉണ്ട്. നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം അടുത്ത എപ്പിസോഡിൽ. അതിനെ കുറിച്ച് ആക്കാനാല് അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ടോപ്പിക് സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈവൻ നമ്മൾ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് കമന്റിൽ അറിയിക്കാം. പുതിയ ടോപ്പിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങളോ എന്ത് കാര്യം നമ്മുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമന്റിൽ അറിയാം. എന്തായാലും ഒന്ന് അറിയിക്കോളൂ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ബെറ്റർ ആക്കേണ്ട ഏരിയകൾ നമുക്ക് ബെറ്റർ ആക്കി വർക്ക്ഔട്ട് ചെയ്യാം. നമുക്ക് പുതിയ ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം തീർച്ചയായും. തീർച്ചയായും. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? എന്നാലും അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം അല്ലേ?